സെല്യൂട്ട് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നടുവറൂർ പഞ്ചായത്ത് കാവുന്തറയിൽ ഹവിൽദാർ ബിനീഷ് കുമാർ എന്ന ധീര ജവാന്റെ വീട്ടിലാണ്. ജമ്മു കാശ്മീരിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ നൈറ്റ് പെട്രോളിങ്ങിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു വലിയ അപകടം ഇന്നിപ്പോൾ നമ്മളുടെ മുന്നിൽ വീൽ ചെയറിലാണ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടറിയാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള കൗന്തര AUP സ്കൂളാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അതിനുശേഷം നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 10th വരെ പഠിച്ചിരിക്കുന്നത്. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ആർമിയിലേക്ക് MEG സെൻറ്ററിൽ ജോയിൻ ചെയ്തു. 1996 ഒക്ടോബർ 28 MEG എൻറോൾമെൻ്റായി. സത്യത്തിലും ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് 2-3 ഘടകങ്ങളിലൂടെയാണ്. ഒന്ന്, നമ്മൾക്കൊരു ജോലി വേണം എന്നുള്ളത് കൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാരാബ്ദം കൊണ്ട്, മൂന്നാമത് നമുക്ക് സൈന്യത്തിൽ ചേരാനുള്ള ഒരു ക്രൈസ് കൊണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് സാർ പെടുക? എനിക്ക് ആർമിയിൽ ചേരാനുള്ള ഒരു ക്രൈസാണ്. കാരണം എൻ്റെ അച്ഛൻ ആയിരുന്നു. ഇപ്പൊ ഏത് കോറിലായിരുന്നു? MEG തന്നെയാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ MEG ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനും എനിക്ക് ആർമിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏത് വർഷമാണ് സാർ ജോയിൻ ചെയ്തത്? ഞാൻ 1996 ഒക്ടോബർ 28 ഒക്ടോബർ 28. സാറിന്റെ ട്രെയിനിങ് സെന്റർ എല്ലാം ബാംഗ്ലൂർ. MEG ആയിരുന്നു. മദ്രാസ് ഗ്രൂപ്പ്. അതെ. ഓക്കെ. ട്രെയിനിങ് എപ്പോഴാണ് എത്തിയിരുന്നത് സാറിന്റെ? 1999 ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റിംഗ് ആയി ഝാൻസിയിൽ 1 ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിൽ. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. സാറിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നോ? അതെ. അത് നേരെ എവിടെയാണ് പോയത്? ജാൻസിയിൽ. അവിടെ നിന്ന് പിന്നെ സാർ? പിന്നെ ഞാൻ അവിടെ ഒരു 2 വർഷം കഴിഞ്ഞു. 2002 ഞാൻ രാഷ്ട്രീയ റൈഫിൾസ് 44 രാഷ്ട്രീയ റൈഫിൾസിലേക്ക് പോയി. അത് ജമ്മു ശ്രീനഗറിലാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഞാൻ എൻ്റെ പാരന്റ് യൂണിറ്റായ 1 ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിലേക്ക് വന്നു. പിന്നെ അവിടെ ഒരു ഏകദേശം 2 വർഷത്തോടെ സർവീസ് ചെയ്ത് വീണ്ടും ഞാൻ NSCയിലേക്ക് പോയി, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ. അവിടെ ഒരു ഏകദേശം 3-4 വർഷം സർവീസ് ചെയ്ത് വീണ്ടും ഇത് പാരന്റ് യൂണിറ്റായ 1 എഞ്ചിനീയറിലേക്ക് തിരിച്ചു വന്നു. സാർ ആദ്യം ജാൻസിൽ പോസ്റ്റിംഗ് പോയി പറഞ്ഞല്ലോ. അതെ, ജാൻസിൽ പോയത്. ജാൻസി. പിന്നീട് എവിടേക്കാണ് പോയത്? RR. സാറിന്റെ യൂണിറ്റ് ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ആണോ അതോ ഒരുമിച്ച് റെജിമെന്റ് മൂവിങ് ആവണം? ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ആണ്. എന്നിട്ടാണ്? അല്ല, ഞാൻ ഈ കുറച്ച് കാലമായിട്ട് ഇപ്പം യൂണിറ്റ് മൂവ് ആവുന്നുണ്ട്. ഞാൻ ഒരു കുറെ കാലം അത് പെർമനന്റ് അവിടെ ലൊക്കേഷൻ ആയിരുന്നു. പെർമനന്റ് ലൊക്കേഷനിൽ നമ്മൾ ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് കൂടുതലും ERE ബേസ്, കൂടുതലും രാഷ്ട്രീയ റൈഫിൾസിലേക്കും ആണ് പോസ്റ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ രാഷ്ട്രീയ റൈഫിലേക്ക് പോസ്റ്റിംഗ് പോകുന്നത് എവിടെ നിന്നാണ് പോകുന്നത്? ഫസ്റ്റ് ജാൻസിയിൽ നിന്നാണ്. ജാൻസിന്ന് പോകുന്നത്. ജാൻസിന്ന് പോയിട്ട് അപ്പോഴാണ് നമുക്ക് സാർക്കുള്ള അപകടം പറ്റുന്നത്? അല്ല. അത് ഏത് വർഷമാണെന്ന് സാർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ രാഷ്ട്രീയ റൈഫിൾസ് പോയത് 2002 2002 പോയത്. അതെ. അതിനുശേഷം തിരിച്ച് യൂണിറ്റിൽ വന്നു. അതെപ്പോ വന്നു? തിരിച്ച് യൂണിറ്റിൽ 2004 വന്നു. 2004-05 ആ സമയത്ത് സാർ തിരിച്ചു വന്നു. അതെ. പിന്നെ NSCയിൽ പോയി. 2007 NSC പോയി. NSC പോയിട്ട് അവിടെ ട്രെയിനിങ് എല്ലാം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഒരു ശരിക്കുള്ള ഒരു ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഡ്യൂട്ടിയിലായിരുന്നു സാർ പ്രവേശിച്ചത്. എന്നിട്ട് അവിടെ 4 വർഷം ഉണ്ടായിരുന്നു. കമാൻഡോ കോഴ്സസ് 2007 മുതൽ 2011 വരെ NSCയിലായിരുന്നു. തിരിച്ച് വീണ്ടും മദർ യൂണിറ്റിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും RR-ലേക്ക് പോയത്. അത് ഏത് വർഷമാണ് പോയത്? അത് ഞാൻ പോയത് 2012 പോയത്. 2012. അവിടെ പോയത് ഏത് RR-ആണ്? ഫസ്റ്റ്
ഫസ്റ്റ് ആർ ആർ ഫസ്റ്റ് രാഷ്ട്രീയ റൈഫിൾസ്. ആദ്യം പോയത് 44 44 രാഷ്ട്രീയ റൈഫിൾസ്. രണ്ടാമത് ഫസ്റ്റ് ആർ. അതെ. ആ പോയ ലൊക്കേഷൻ സാർ എവിടെ ഒന്ന് കറക്റ്റായി പറയാമോ? ഈ രണ്ടാമത് പോയതാണ് അതെ. അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലെ അനന്തനാഗ്. അതെ. ആ സമയത്ത് അവിടെ ഈ മിലിറ്റൻസിന്റെ അറ്റാക്ക് ഒരുപാട് ഉള്ള സമയം. അതെ അതെ അതെ. നിരന്തരം ഫയറിംഗ് എല്ലാം പാകിസ്ഥാന്റെ വരുന്ന സമയമായിരുന്നു. മിലിറ്റൻസ് ഓപ്പറേഷൻ ഡെയിലി നടക്കുന്ന ആ ഒരു സമയത്താണ്. അതെ. അപ്പോഴാണ് സാർ നൈറ്റ് പെട്രോളിംഗ് പോകുന്നത്. നൈറ്റ് പെട്രോളിംഗ്. എത്ര പേര് അടക്കുന്ന ട്രൂപ്പായിരുന്നു? നമ്മളൊരു 12 പേരുള്ള ഒരു ടീമായിരുന്നു. അന്ന് സാറിന്റെ റാങ്ക് എന്തായിരുന്നു? അന്ന് ഞാൻ ഹവിൽദാറായിരുന്നു. അപ്പൊ സാറ് ആ ട്രൂപ്പിന്റെ സീനിയർ ആയിരുന്നു അതോ സാർക്ക് താഴെ മറ്റ് ജവാൻസ് ഉണ്ടായിരുന്നു? എനിക്ക് താഴെയുണ്ട്. എന്റെ സീനിയർ ഒരു ജെസിയോ സാബ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ സെക്കൻഡ് കമാൻഡ് ആയിട്ട് വരുന്ന ആ സെക്ഷന്റെ സെക്കൻഡ്. ഇത് ഈ അപകടം നടക്കുന്നത് രാത്രിയിലാണോ? രാത്രി ഏകദേശം 8-8:30 സമയത്ത്. അപ്പോൾ ഡിസംബർ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അത്യാവശ്യം മഞ്ഞെല്ലാം വീണ്. സ്നോഫാൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ലൈറ്റ് മറ്റുള്ള പ്രകാശിപ്പിക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നോ? ഇല്ല. ഡാർക്ക് നൈറ്റിലായിരുന്നു നമ്മള് ജമ്മുവില് കൂടുതലും ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് സാർക്ക് ഈ വഴി വ്യക്തമായിരുന്നോ? ഇല്ല, നമ്മളെ പെട്രോളിംഗ് പോകുമ്പോൾ ഫ്രണ്ടിലുള്ള ഗൈഡ് പോയതിനു ശേഷം അതിന് ബാക്കിലാണ് പോയത്. സാർ എത്ര താഴ്ചയിലോട്ടാ വീണത്? ഏകദേശം ഒരു 15-20 അടി താഴെ വീണിട്ട്. 20 അടി താഴ്ച. 20ന്റെ മേലെ ഉണ്ടായിരിക്കും. ഈ വീണ ശേഷം സാർക്ക് അവിടുന്ന് എണീക്കാൻ പറ്റിയോ? ഇല്ല, ഞാൻ താഴെ വീണപ്പോൾ കുറച്ച് സമയത്ത് എനിക്ക് അൺകോൺഷ്യസ് ആയി. അതെ. കൂടെയുള്ളവർ പിന്നെയാണ് വിളിക്കുന്നു, പിന്നെ അവരാണ് ചെയ്തത്. പിന്നെ ടൈമില് അവരടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. അതെ. അവിടുന്ന് ചെയ്തു. പിന്നെ ഞാൻ ഈ ടോളിയുടെ ലാസ്റ്റ് ആയിരുന്നു, ഏറ്റവും ലാസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ലൈഡായി ഞാൻ താഴെ വീണു. പിന്നെ കുറച്ച് സാറ് ഏറ്റവും ലാസ്റ്റ് പറയുമ്പോഴേ ഇത് വീഴുന്നത് ആ ട്രൂപ്പിലുള്ള ഒരു കാര്യം കണ്ടിട്ടുണ്ട്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് അവർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടെ, പെട്രോളിംഗ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടെ നമ്മള് മെൻ ടു മെന്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ അൺകോൺഷ്യസ് ആയി. അവിടുന്ന് എന്താ ചെയ്തു? പിന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്നവര് ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. നമ്മളെ ബേസ് ഹോസ്പിറ്റൽ ഫസ്റ്റില് നമ്മളെ ഹെഡ് ക്വാർട്ടറിന് അടുത്തുള്ള പിന്നെ ചെറിയൊരു MI റൂമിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ ആംബുലൻസിൽ നൈറ്റോടെ നൈറ്റ് ശ്രീനഗർ ബേസ് 90 ഫീൽഡ് ബേസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്. ശ്രീനഗർ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു സാറിന്റെ? അത് ബോധമുണ്ടോ? ആ സമയത്തല്ല എനിക്ക് ബോധമുണ്ട്. അപ്പൊ ബോധമുണ്ട്. അവിടെ കൊണ്ടുവന്നില്ല. അവിടെ നിന്ന് തന്നെ MI റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് പോയ ബോധം തിരിച്ചു വന്നു. ഓക്കെ. അങ്ങനെ ശ്രീനഗർ MH എത്തി. അതെ. സഡൻലി അന്ന് രാത്രിയാണല്ലോ സംഭവിക്കുന്നത്. അന്ന് രാത്രി വല്ല ട്രീറ്റ്മെന്റ് നടന്നു? അന്ന് രാത്രി അവിടെ എത്തിയപ്പോൾ നമ്മളെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത് ചെറുതായിട്ട് സ്പൈനലിന് പ്രശ്നങ്ങളുണ്ട്. അതെ. പിന്നെ അവര് പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നു. പിന്നെ അവിടെ നമ്മളെ ഈ ബാക്കില് സർവൈക്കൽ ആയതുകൊണ്ട് തല മൂവ്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തല ബാക്കിലോട്ട് നല്ല കെട്ടി വെച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് അന്ന് നിന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാണ് ഡൽഹിയിലേക്ക്. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഹെലി വരാനും മറ്റേ എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരം ശ്രീനഗറിന്ന് ഈ ബേസിൽ നിന്ന് ശ്രീനഗർ എയർപോർട്ട് വരെ ഹെലിയിൽ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ശ്രീനഗർ മറ്റേ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഹെലിപാഡ് ഉണ്ട്. അവിടെ നേരെ ഫീൽഡിൽ വന്നു. അതെ. അവിടുന്ന് നേരെ IL നമ്മൾ എന്നെ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, RR ഹോസ്പിറ്റലിലേക്ക്. അപ്പോ ഈ ശ്രീനഗറിന് താങ്കളെ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് അതിനിടയിൽ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ പരിമിതമായ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റും. അത് അവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് അവിടെ വീണ്ടും അവര് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം സർജറി ആയി. അതെ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ മെസ്സേജ് വീട്ടിൽ കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നോ?
ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് അവിടെ MH തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതെന്ത് പറഞ്ഞ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നു? അതറിയില്ല, ഇങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അന്ന് വിവാഹിതനല്ലേ? അതെ, വിവാഹിതനാണ്. കുട്ടികളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു? 2 കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. ഡൽഹിയിൽ RR വന്നു. അവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി. ആദ്യം സർജറി കഴിഞ്ഞു. അതുവരെ ഈ RR ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ എത്തുന്നവരെ സാർക്ക് എണീറ്റ് നടക്കാനോ നിൽക്കാനോ പറ്റുമായിരുന്നു? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് മൂവ്മെന്റ് ഇല്ലാതെ ആ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് IL-76 ആ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും അതേ കിടത്തിക്കൊണ്ടായിരുന്നു. ഇവിടെ വന്നതിന്റെ അടുത്ത ദിവസം സർജറി കഴിയുന്നു. രാത്രി ഇവിടെ എത്തി, ഏർലി മോർണിംഗ് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ ശേഷം എന്താ ഡോക്ടറൊക്കെ പറഞ്ഞത്? ഫ്യൂച്ചറിൽ നടക്കാൻ പറ്റുന്ന ഹോപ്പും തന്നോ അവര്? ഇല്ല, അവര് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് കുറച്ചു കാലം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ആ ഒരു ഹോപ്പ് അവർ വിട്ടിട്ടില്ല. അവര് പറഞ്ഞു കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നോർമൽ ശരിയാവുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ എത്ര ദിവസം സാറ് വെയിറ്റ് ചെയ്തു? അവിടെ ഒരു മാസം. ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് വല്ലതും ഉണ്ടായിരുന്നോ? ചെറുതായ മൂവ്മെന്റുകൾ ചെറിയ തോതിൽ വന്നിരുന്നു. അല്ല, ഈ സ്പൈനൽ കോഡിൽ പ്രശ്നം വന്നുകൊണ്ട് അത് കൈക്ക് എല്ലാം കൈ ക്ഷയിച്ചിട്ടുണ്ടല്ലോ മൊത്തത്തിൽ. അപ്പൊ ആ മൊത്തം കൈകൾക്കും കാലുകൾക്കും അതിന്റെ കഴുത്ത് ജസ്റ്റ് ഇവിടുന്ന് താഴോട്ട് മൂവ്മെന്റ് ഇല്ലായിരുന്നു. തീരെയില്ല. ഈ കൈയൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പിന്നെ അവരെന്താ ചെയ്ത്? അവര് പിന്നെ അവിടുന്ന് മെഡിക്കൽ ലീവ് തന്നു 2 മാസം. ഇപ്പൊ തിരിച്ച് അവിടെ തന്നെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ റിപ്പോർട്ട് ചെയ്തു കമാൻഡ് ഹോസ്പിറ്റലിൽ. അല്ല, നിങ്ങൾക്ക് 2 മാസം മെഡിക്കൽ ലീവ് തന്നല്ലോ, നിങ്ങൾക്ക് തനിച്ച് നാട്ടിൽ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? അവിടെ എന്റെ കൂടെ ഒരാളെ ടെമ്പർ ഡ്യൂട്ടി വിട്ടു. പിന്നെ എന്റെ ജ്യേഷ്ഠൻ വന്നു. നമ്മള് ട്രെയിനിൽ ഇവിടെ എത്തി. ഇതിനോടകം ഈ വിവരം വീട്ടിൽ പറയാൻ കഴിഞ്ഞോ? വീട്ടിലറിയായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ ഇവിടുന്നാണ്. പക്ഷെ വീട്ടിലുള്ളവർക്ക് എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെന്ന് വെച്ചാൽ ഏട്ടൻ അറിയായിരുന്നു, കാരണം ഏട്ടൻ ആർമിയിലായതുകൊണ്ടും അവനറിയായിരുന്നു. പിന്നെ ഈ ഇത് മെസ്സേജ് കിട്ടിയപ്പോൾ അവന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ യൂണിറ്റ് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു. പക്ഷെ അവൻ ഒരിക്കലും വീട്ടിലിവിടെ അമ്മയോടോ അല്ലെങ്കിൽ എന്റെ വൈഫിനോടോ ആരോടും പറഞ്ഞില്ല. ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ 2 മാസത്തെ ലീവിന് നാട്ടിൽ വന്നു. ആ സമയത്ത് ഇവിടെ നാട്ടിൽ വല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി ചെയ്തിരുന്നു. ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്നു. അതെ. വീഴ്ചല് അതിൽ വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു? ഇല്ല, ഇമ്പ്രൂവ്മെന്റ് പിന്നെ അല്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും പഴയ ഇതിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശം പിന്നെ ആ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മനസ്സിനകത്ത്. ഇത് ചെയ്തു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ബെറ്റർ എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ നമുക്കറിയില്ല സ്പൈനൽ കോഡ് ഇഞ്ചറി ആണ്. സ്പൈനൽ നിന്ന് കേൾക്കുന്നത് ആ ഇഞ്ചറിക്ക് ശേഷമാണ്. നമ്മൾ അത്ര ഇതിന്റെ സീരിയസ്നെസ് അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ അടുത്തുള്ളവരെല്ലാം പറഞ്ഞതുപോലെ പിന്നെ ആയുർവേദം ചെയ്താൽ പെട്ടെന്ന് ശരിയാവും, പഴയതുപോലെയാവും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങിയതാണ് 2 മാസം. എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, ചെറിയൊരു തലവേദനയോ പനിയോ വരുന്ന സമയത്ത് നമ്മളുടെ സ്വകാര്യ ആശുപത്രികളിലോ സർക്കാർ ആശുപത്രികളിലോ അഡ്മിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് സന്ദർശന സമയമുണ്ട്, ഭക്ഷണം കൊണ്ട് കൊടുക്കാം, പലവരെയും കെയർ ഉണ്ട്. ഒരു സൈനികനെ സംബന്ധിച്ച് എത്ര വലിയ അപകടം ഉണ്ടായാലും അവൻ സ്വയം സഹിക്കുക എന്നുള്ളതിനപ്പുറം അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ സീരിയസ് ആണ്, ഡെത്താണ് എന്നുള്ള മെസ്സേജ് മാത്രമാണ് അവരവരുടെ വീട്ടിലെത്തുക. അവിടെ നമ്മളെ കെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഒന്നാമത് നമ്മുടെ ശാരീരിക അവസ്ഥ വളരെ മോശമായ അവസ്ഥ, നമ്മളുടെ കുടുംബക്കാർ നമ്മുടെ അടുത്തില്ല. മാസങ്ങൾ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് മാനസിക സമ്മർദ്ദം ഇങ്ങനെയുള്ള സൈനികരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, എന്നിട്ട് തിരിച്ചു പോയി 2 മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് അല്ലേ? അതെ. പോയ ശേഷം തിരിച്ച് ഞാൻ കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂർ MH പോയിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവർ പറഞ്ഞു ഈ സ്പൈനൽ ഇഞ്ചുറി കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാരണം എനിക്ക് ആയുർവേദം കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാനോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ MHൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത നിയറസ്റ്റ് MH കണ്ണൂർ. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു അവർക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ലീവിന് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത നിയറസ്റ്റ് MH
മീൻസ് ന്യൂറോ സർജൻ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാംഗ്ലൂരേക്ക് പോയി തന്നെ ആവണം. അപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്ന് ഒരു 3 ദിവസം MH കണ്ണൂർ നിന്നു. പിന്നെ അവിടെ നിന്ന് MH നമ്മളെ പിന്നെ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഒരു വിട്ടുപോയ ചോദ്യം ചോദിക്കാം സാറേ. സാറ് അവധിക്ക് വന്നല്ലോ. സാർ വന്ന് ആദ്യമായി ട്രെയിൻ ഇറങ്ങി. അതെ. സ്വീകരിക്കാൻ ആരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടി? വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അതെ. വൈഫിന്റെയും എല്ലാവരെയും പ്രതികരണം ഉണ്ടായിരുന്നു? വൈഫ് പ്രതീക്ഷിക്കുന്നതല്ല. വൈഫിനോട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വന്നു. അതിനുശേഷം അടുത്ത ദിവസമാണ് വൈഫിനോട് വന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈഫിനോട് വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് വരണ്ട പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലാണ് വന്നിരുന്നത്. ഓക്കെ, തിരിച്ച് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തു. അതെ. പിന്നെ ട്രീറ്റ്മെന്റ് വീണ്ടും തുടങ്ങിയോ? അവിടെ ചെറിയ ട്രീറ്റ്മെന്റ് തന്നു. അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്, ഇപ്പം ന്യൂറോ ആണ്. ഇതിന് നോർമൽ ട്രീറ്റ്മെന്റും ഫിസിയോതെറാപ്പികളാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആകെ ഇപ്പോൾ സർജറി ഒരു പ്രാവശ്യം നടന്നത്. അതെ. അതിനുശേഷം പിന്നെ അത് ഇമ്പ്രൂവ്മെന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ മാത്രം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് മെയിൻ എക്സസൈസ് ആണ്, ഫിസിയോതെറാപ്പി. അതാണ്. ഇതിനിടെ മെഡിക്കൽ കാറ്റഗറി അങ്ങനെ വല്ലതും ബോർഡ് ഇരിക്കുകയെ? ഇല്ല, ആ സമയത്തല്ല ബോർഡ്. പിന്നെ അതിന് ശേഷമാണ് ബോർഡെല്ലാം. ബോർഡ്. പിന്നെ അവര് പറഞ്ഞത് എന്താണ്, ഇനി നിങ്ങൾക്ക് സർവീസ് തുടർന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. അത് കാരണം നിങ്ങൾക്ക് നാട്ടിൽ പോവാം. മെഡിക്കൽ IMB ആണ്, ഇൻഡിവിജ്വൽ മെഡിക്കൽ ബോർഡ് ഔട്ട് ചെയ്താണ്. ബോർഡ് ഔട്ട് ചെയ്യാം. അപ്പോ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും മെഡിക്കൽ അല്ല കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു പിന്നെ യൂണിറ്റിൽ പോയോ? യൂണിറ്റിലല്ല, നമ്മൾ പിന്നെ ബാംഗ്ലൂർ ഞങ്ങൾ പൂനെക്കാണ് പോയത്. പൂനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി സെന്റർ ഉണ്ട്, MH കിർക്കിയിലാണ്. അവിടെ ഏകദേശം നമ്മൾ 2-3 വർഷം അവിടെ നിന്നു. അവിടെ ഈ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ, നമ്മളെ ഡെയിലി റൊട്ടേഷൻ റിഹാബിലേഷന് വേണ്ടിയിട്ട് മെയിനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ റിഹാബിലേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു. ആ കൂടെ നമ്മൾ ഫിസിയോതെറാപ്പി, അത് കഴിഞ്ഞ് നമ്മളെ ഡോക്യുമെന്റേഷൻ നടക്കും. പിന്നെ അവിടെ നമ്മളെ ഈ കണ്ടീഷനിൽ പിന്നെ ആർമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ തിരിച്ചു പിന്നെ യൂണിറ്റിൽ പോകേണ്ടി വന്നില്ല? യൂണിറ്റിൽ പോയില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്, നോർമല് IMB ആവുന്നവര് അവിടെ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ബാച്ചിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഏത് സെന്ററിലാണോ നമ്മൾ ഭർത്തി ആയിരിക്കുന്നത് അവിടെ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യണം. അവിടെ നിന്ന് നിങ്ങൾ ബോർഡ് ഔട്ടണം എന്നുള്ളൊരു ചെറിയൊരു കാലത്തേക്കൊരു സർക്കുലർ വരികയും, അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമായ ഒരു കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം പൂനെയിൽ നിന്ന് എൻ്റെത്, ഞാൻ സെന്റർ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ MH ഇവിടെ കമാൻഡ് ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ അവിടെ വന്നു. അപ്പൊ അതിന്റെ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ട്രെയിനിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൈ കാല് ഒന്നുമില്ലാത്തൊരു ഒരാൾ വരുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ബാംഗ്ലൂർ വന്നു നമ്മളെ റെക്കോർഡിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങളെ യൂണിറ്റിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് അവർ ചെയ്താൽ നിങ്ങൾക്ക് പോവാം, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കമാൻഡ് ഹോസ്പിറ്റലിൽ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട്, കാരണം എൻ്റെ കൂടെ ഞാൻ എന്ന് നാട്ടിൽ വന്നു അതിനുശേഷം ഫുൾ ടൈം എൻ്റെ മക്കളെ ഇവിടെ നാട്ടില് അച്ഛനമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വൈഫ് കൂടെ വന്നു. ആ കൂടെ വന്ന വൈഫ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെ മെഡിക്കൽ ബോർഡ് ഔട്ട് ആവുന്നവരേക്കും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു. അതെ 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 അതെ. അങ്ങനെ ടോട്ടൽ എത്ര വർഷം സർവീസ് ചെയ്യാൻ പറ്റി? ടോട്ടല് 21 വർഷവും 5 മാസം. മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നില്ലേ? കാരണം ഒരു ഹൗൽദാർ റാങ്ക്, ഒരു JSO റാങ്കിന്റെ തൊട്ടരികെ നിൽക്കുക, ഇങ്ങനെ എത്രയും വലിയൊരു അപകടം നടന്നു. ഫുൾ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ഇനി മേൽക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ചെറിയ മക്കളാണ്, അങ്ങനെയുള്ള ആശങ്കകൾ ഒരുപാട് അലട്ടിയോ മനസ്സിനെ? തീർച്ചയായും. കാരണം ഇനി എൻ്റെ എന്താണ്, ചെറിയ കുട്ടികളാണ്. എൻ്റെ ഏറ്റവും ഇളയ മോൻ 2.5 വയസ്സാണ്, മോക്കന്ന് 6-7 വയസ്സുള്ള മോളാണ്, പിന്നെ വൈഫ്. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? എന്നേക്കാൾ കൂടുതൽ എൻ്റെ വൈഫിന് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു കാലം ഞങ്ങൾക്ക് ഈ ഇതിനോട് തരണം ചെയ്ത് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പൊ നമുക്ക് അത് വരുന്നില്ല, നമ്മളെ ഡെയിലി റൊട്ടേഷനിൽ അത് വന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ
തിരിച്ചു നോക്കുമ്പോൾ സാർക്ക് നിരാശയാണോ? എന്താ ഫീൽ ചെയ്യുന്നത്? ഹൗ ഡിഡ് യു ഫീൽ? അല്ല, നിരാശയില്ല. പക്ഷെ നമ്മൾ ഈ ചെറിയ കാലം കൊണ്ട് നമ്മളെ മാതൃരാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിന്റെ സംതൃപ്തിയുണ്ട്. അതിന്റെ സംതൃപ്തി. അതെ, വെരി ഗുഡ്. സാർക്ക് ഈ കുറേ സംഭവങ്ങൾ ഈ സർവീസിനകത്ത് ഈ ഇൻസിഡന്റ് കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു കാണും. പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഇന്നിപ്പോൾ സാർ ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാർക്ക് കടപ്പാടുള്ളത് ആരോടാണ്? എൻ്റെ വൈഫിനോടാണ്. വൈഫിനോടാണ്. കാരണം ഒരു കുഞ്ഞിനെ നോക്കും പോലെ സംരക്ഷിച്ചു. കുഞ്ഞ് മാത്രമല്ല, എൻ്റെ വൈഫ് വെച്ചൊരു എൻ്റെ അമ്മ, സഹോദരി, ഒരു ഡോക്ടർ, ഒരു നേഴ്സ്. ഇന്നും ഞാൻ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇല്ല. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ എൻ്റെ തകർന്നു പോയെടുത്തുനിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേറ്റത് എൻ്റെ വൈഫ് ഒരു സപ്പോർട്ടാണ്. ഇപ്പോഴും അവരുടെ ആശ്വാസ വാക്കുകളും അവരുടെ പരിചരണം തന്നെയാണ് സാറിന്റെ വിൽ പവർ. അതെ 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 അതെ. അതിൽ സംതൃപ്തനാണോ? 100%. സാറിന്റെ പ്രോഗ്രാം, സാറിൻ്റെ ഒപ്പം ജോലി ചെയ്തവര്, സാറിൻ്റെ ഒപ്പം ജോലി ചെയ്ത് ചിലപ്പോൾ റിട്ടയർമെന്റ് ആയി കാണാം, ചിലപ്പോഴും ഓൺ സർവീസിൽ ഉണ്ടാവാം. അവര് സാറിന്റെ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും, ചിലപ്പോൾ നേരിൽ കാണാൻ സാധിക്കായിരിക്കും ഇന്റർവ്യൂയിലൂടെ. അവരോട് സാർക്ക് പറയാനുള്ളത് എന്താണ്? അവരോട് പറയാനുള്ളത് വെച്ചാൽ, എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നു, ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്തു തന്നെ. ഇപ്പം പല ആൾക്കാരും എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട മാനസിക സപ്പോർട്ട് തരുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ വൈഫിനും കാര്യങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇനിയും നല്ല സപ്പോർട്ടും ഞങ്ങളെ ഫാമിലിക്ക് വേണ്ടി നല്ല പ്രാർത്ഥനകളും ആക്കിയാണ്. കേരളത്തിലെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ, വാർ ഡിസബിൾ സോൾജേഴ്സ്, വെറ്ററൻസ് അല്ലേ? അപ്പോ അതിൽ നിങ്ങൾ അംഗമാണ്. അതെ. എല്ലാവരും കൈകാലം നഷ്ടപ്പെട്ടവരും ഫിസിക്കലി ഡിസബിൾ ആയിട്ട് ഉള്ളവരാണ്. അതെ. സാർക്ക് അവരോടൊപ്പം പ്രവർത്തിക്കണമെന്ന് അതിയായ ആഗ്രഹം കാണും. പക്ഷെ സാർക്ക് ഈ വീൽ ചെയറിലൂടെ ഒന്നിനും കഴിയില്ല. എന്റേതായ പരിമിതികൾ വെച്ചിട്ട് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സഹകരണം സാർ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. 100% കിട്ടാറുണ്ട്. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു സാർ? ഏറ്റവും മൂത്തത് മകളാണ്, അവള് +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ, അവൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. വൈഫ് ജോലിയുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്. അത് സാറ് അവിടുന്ന് വന്ന ശേഷമാണോ? അതെ അതെ. നമ്മളെ ഈ അവസ്ഥയിൽ ഡിപ്പെൻഡ്, ഞാൻ ബാറ്റിൽ കാഷ്വാലിറ്റി ആയതുകൊണ്ടാണ്. അതെ അതെ അതെ. വൈഫിന് ജോലി കിട്ടിയത്. സാറ് ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ നാട്ടിലുണ്ടല്ലോ. അതെ. നാട്ടില് വിവാഹങ്ങൾ നടക്കാറുണ്ട്, അതെ, ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുണ്ട്, മരണങ്ങൾ നടക്കാറുണ്ട്. സാറിന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും അവിടെ പങ്കെടുപ്പിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാ ഫ്രണ്ട്സും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഇൻവിറ്റേഷൻ തരാറുണ്ട്. കഴിയുന്നതും ഞങ്ങൾ കുടുംബസമേതം ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നു. നല്ല പരിഗണന കിട്ടുന്നുണ്ട്. സാർ ഈ ഒരു അവസ്ഥയിൽ ആർമിയിൽ നിന്ന് എങ്ങനെ ഒരു ഇഞ്ചുറി പറ്റി ഇപ്പൊ നാട്ടിലാണ്. സാർ ഒഫീഷ്യലായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളുണ്ടാവുമല്ലോ, ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും. ആ പോകുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥരിൽ നിന്നിട്ട് സാർ എന്താണ് നല്ല സഹകരണം കിട്ടുന്നുണ്ടോ സാർക്ക്? പല ഓഫീസിൽ നിന്നും നല്ല സഹകരണം കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പല ഓഫീസുകളിലും നമുക്ക് കയറി ചെല്ലാൻ, ഈ വീൽ ചെയർ ആയതുകൊണ്ട് കയറി ചെല്ലാനുണ്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പല ഓഫീസുകളും സെക്കൻഡ് ഫ്ലോറിലായിരിക്കാം. അപ്പോൾ നമുക്ക് അവരായിട്ട് നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം അവർ താഴോട്ട് ഇറങ്ങി വരും. അല്ലാതെ നമ്മൾ എൻ്റെ ഒരു കൂടെ വരുന്ന ആരെങ്കിലും പോയിട്ട് അവരടുത്ത് ഇൻഫോം ചെയ്യാണ് സാധാരണ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുകൂടാതെ ഇപ്പം എല്ലാവരും വെളിയിലിറങ്ങി ഇപ്പം പുതിയ മോഡേൺ ടെക്നോളജിയിലുള്ള തിയേറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളും അതുപോലെ ഒരു സിനിമ കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എൻ്റെ ഒരു കാര്യമല്ല, എത്രയോ വീൽ ചെയർ പേഷ്യന്റ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ തിയേറ്ററുകളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു കുറേ വർഷത്തിന് ശേഷം ഒരു സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ നമ്മൾ പോയി. അപ്പോൾ അവരെ ആ ഇതിൽ കാണിക്കും, ഞങ്ങൾ വീൽ ചെയർ
ഒക്കെ ഉണ്ടാവും അവരെ ഇതെടുത്ത് നോക്കുമ്പോൾ. പക്ഷെ എന്താണ് അവിടെ പോകുമ്പോൾ വീൽ ചെയറിന് ഒന്നുമില്ല. വീൽ ചെയർ കയറാൻ പറ്റിയ ഒരു സൗകര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു തിയേറ്ററിൽ പോയി. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. കാരണം നമ്മളെ എടുത്ത് സീറ്റിൽ ഇരുത്താനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ നമ്മളത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് ടൈം ഈ മോഡിഫിക്കേഷൻ ചെയ്തെല്ലാം ചെയ്യാം. അതേ പ്രതീക്ഷ ഞങ്ങൾ വേറൊരു തിയേറ്ററിൽ പോയി. അപ്പോൾ അവിടുത്തെ നമ്മളിപ്പോൾ അവരെ ആറ്റിറ്റ്യൂഡ് നമ്മളേതോ അത്ര ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നാണ്. നമ്മളും അവരെ സാധാരണക്കാരൻ പോലെ ഒരു സിനിമ കാണാമെന്ന് പോയപ്പോൾ അവിടുത്തെ പേര് ഞാൻ പറയുന്നില്ല, പിന്നെ മാനേജർ നമ്മളൊരു രണ്ടാം കിട എന്ന് പറയുന്ന ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങളെ ഇതിൽ കാണുന്ന അതൊന്നും ഒരു ഇതല്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സർക്കാരുകളോടും ഗവൺമെൻറ്റുകളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. മാക്സിമം നമ്മളെ പോലെയുള്ള വീൽ ചെയർ ടീമിനെയും പരിഗണിക്കണമെന്നുള്ളൊരു ഒരു അഭ്യർത്ഥനയാണ്. എസ്പെഷ്യലി ഈ വാർ ഡിസബിൾഡ് സോൾജേഴ്സ്. ഇല്ല, അത് ബാറ്റിൽ കാഷ്വാലിറ്റി എന്നല്ല, മൊത്തത്തിൽ ഒരു വീട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് പുറം ലോകം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നമ്മളെ ടെക്നോളജി അന്നന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുമ്പോൾ പുതിയ പുതിയ മോഡൽ ടെക്നോളജി, പുതിയ സിസ്റ്റങ്ങളിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിനിമ കാണുമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. അപ്പം അതിനുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് നന്നാവും. മാനസികമായിട്ടൊരു നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവും. പിന്നെ നമ്മളെ പോലെയുള്ള ഒരു റിക്വസ്റ്റാണ് വാർ ഇഞ്ചുറിക്ക്. ഇപ്പം നമുക്ക് ECHS ഉണ്ട്, എക്സ് സർവീസ് ഹെൽത്ത് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സർവീസ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് JCSന് താഴെ ഹവിൽദാറിന് നമുക്ക് റൂമുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ വാർ ഇഞ്ചുറി ആയിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അവർക്ക് വേണ്ട നല്ല സൗകര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു റൂം കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. അതാണ് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം നമ്മളേതായ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നമ്മൾ വീൽ ചെയർ, ഇപ്പോൾ നമുക്ക് ഈ പല ബുദ്ധിമുട്ടുകളുണ്ടാവും, ബാത്റൂം പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും. അപ്പം നമുക്ക് നമ്മളേതായ ഒരു ചെറിയ റൂമിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓരോ റാങ്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു ഹോസ്പിറ്റലുള്ള ഫെസിലിറ്റീസ്. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി അല്ല, അത് മൊത്തം നമ്മളെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഓഫീസേഴ്സിനും JCSനും NCOസിനും ജവാൻസിനും എല്ലാം ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട്. ട്രീറ്റ്മെന്റ് റൂം അക്കോമഡേഷൻ. അപ്പൊ സാർ പറയുന്നത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് റൂം സെപ്പറേറ്റ് ഒരു പരിഗണന വേണം. ഈ ഇന്റർവ്യൂ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഓഫീസേഴ്സും വേണ്ടപ്പെട്ട അധികാരികളെല്ലാം ഉണ്ടാവും. അവരുടെ ശ്രദ്ധയിൽ സാറിന്റെ ഈ ഒരു റിക്വസ്റ്റ് ഉൾപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാൻ കാരണം ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് അതിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ട് റൂം വാങ്ങണ്ട അത് വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഇതുപോലെ വീൽ ചെയർ പേഷ്യന്റിന് ഒരു സ്പെഷ്യൽ കൺസിഡർ ചെയ്തിട്ട് റൂം കിട്ടിയായിരുന്നെങ്കിൽ നല്ലതാണ് എന്നൊരു റിക്വസ്റ്റാണ്. ഇത്രയും നേരം ഹവിൽദാർ ബിനീഷ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ അപകടത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ അതെല്ലാം നമ്മളോട് വിശദീകരിച്ചു. ഈ ധീര ജവാന് ഈ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും സൈനികർക്ക് വേണ്ടിയും വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ മാംസത്തിന്റെ പിടുത്തം മാത്രമേ ഉള്ളൂ. അപ്പൊ ബോൺ കംപ്ലീറ്റ് മുട്ടുംകാല് ബോൺ മുഴുവൻ. സമയം ഓർക്കാൻ പറ്റുന്നുണ്ടോ സാർക്ക്? കൃത്യം എത്ര മണിക്കാണെന്ന്? ഒരു 8:30 ആയി കാണും.